ആരെ തെറ്റി? കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേറ്റാൻ കഴിയുമെങ്കിൽ ആരെ തെറ്റിക്കും? വൃതന്മാരെ തെറ്റി. അതാ കഷ്ടം. ഈ ആരംഭകാല വിശ്വാസികളെയല്ല, മൂത്ത ആളുകളെ, വൃതന്മാരെ തെറ്റി. ഇതൊക്കെ അന്ത്യകാല ലക്ഷണത്തിൽ കർത്താവ് പറഞ്ഞതാ. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ 2005 കൊല്ലം കഴിഞ്ഞില്ലേ? 2008 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെയല്ലേ നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് തന്നെ പ്രവചനം. മത്തായി 7:15-16 വായിച്ച് ഗിരിപ്രഭാഷണത്തിൽ കർത്താവിന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. 7:15-16 കള്ളപ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോണം. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതാ. ഇവരുടെ വേഷം എന്നാ? ആടുകളുടെ വേഷം. ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അവരുടെ അകമാര അകം കടിച്ചു തീർന്ന ചെന്നായ, പുറമെ ആടിന്റെ വേഷം. കാരണം ഇവരെവിടെയാ വരുന്നത്? ആടുകളുടെ അടുക്കല്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു. അവർ ആടുകളുടെ വേഷം ധരിച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരും. അവരുടെ അകം കടിച്ചു തീർന്ന ചെന്നായ്ക്കളായിരിക്കും. എന്റെ പൊന്നെ, വേർപാട് സമയത്ത് പറ്റിയ പമ്പരെ കിട്ടിത്തരെന്ന് പറഞ്ഞത് ഒരു ദൈവ പൈതനെ, ഒരു ദൈവദാസനെ തിരിച്ചറിയുന്നത് വ്യവസ്ഥ വെച്ചു. ബാഹ്യമായ ചില കാര്യങ്ങൾ അത് വെച്ച് തിരിച്ചറിയാനായിട്ട് ഒരു പാരമ്പര്യം സൃഷ്ടിച്ചു. എന്നാൽ എന്റെ കർത്താവ് പറഞ്ഞത് യവനായാലും വേണ്ടില്ല, ഫലത്താൽ അറിഞ്ഞാൽ മതി എന്നാണ്. ഫലത്താൽ അറിഞ്ഞാൽ മതി. ഒരു തെങ്ങിന്ന് കുഴിച്ചു വെച്ചാൽ നാളെ തേങ്ങ ഇടാൻ പറ്റുമോ? ഇല്ല. പുതിയ തെങ്ങാണെങ്കിൽ ഒരു 3 കൊല്ലെങ്കിലും കഴിയണം, പഴയ തെങ്ങാണെങ്കിൽ ഒരു 5 കൊല്ലെങ്കിലും കഴിയണം. ശരിക്കും വെള്ളവും വെള്ളമൊക്കെ കൊടുത്താൽ എന്നിട്ടല്ലേ അത് പൂക്കണുണ്ടോ കായ്ക്കണുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇന്നൊരു ആൾ മാനസാന്തരപ്പെട്ടു, നാളെ ഒരാൾ ചുവടക്കാരനായി, മറ്റന്നാൾ സഭയുടെ ലീഡർ വന്നു. അതിന്റെ 4-ാമത്തെ ദിവസം ആള് ലോകത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ക്രൂസിൽ നടന്നു. ഏമാവും ശരിയല്ലേ? അതുകൊണ്ട് ഫലത്താൽ മാത്രമേ തിരിച്ചറിയാൻ എന്റെ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു നിയമം വെച്ച് നോക്കിക്കേ, എന്തോ ഒരു സ്വസ്ഥത കിട്ടിയാണ്. എന്തോരും അത് വളരെ ശരിയാ. കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ആളെ തിരിച്ചറിയേണ്ടെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നു. വരങ്ങളാലല്ല, ഫലങ്ങളാൽ അറിയണം. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്ലാസ് വയ്ക്കുന്ന വേറൊരു വിഷയമുണ്ട്. ഒരുത്തൻ മാനസാന്തരപ്പെട്ടാൽ മാനസാന്തരത്തിന്റെ ഫലം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാണണം. ഒരുത്തൻ സ്നാനപ്പെട്ടാൽ സ്നാനത്തിന്റെ ഫലം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാണണം. ഒരുത്തൻ ആത്മാവ് കിട്ടിയാൽ ആത്മാവിന്റെ ഫലം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാണണം. ഒരുത്തൻ വെളിച്ചത്തിന്റെ മകനായാൽ വെളിച്ചത്തിന്റെ ഫലം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടേ പറ്റത്തുള്ളൂ. ഒരുത്തൻ ദൈവരാജ്യത്തിന് അകത്തായെന്ന് അവന് ബോധ്യമുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഫലം കണ്ടേ പറ്റത്തുള്ളൂ. അവൻ ദൈവഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീതിയുടെ ഫലം അവന് കണ്ടേ പറ്റത്തുള്ളൂ. ഇത്രത്തോളം ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ ദൈവപൈതൃകമായി. അപ്പൊ ഏത് ഘട്ടത്തിൽ കൃപയിലായിരിക്കുന്നോ അതിനെല്ലാം പ്രത്യേകം ഫലങ്ങളുണ്ട്. ഈ ഫലം നോക്കിയിട്ട് മാനസാന്തരപ്പെട്ടോ, സ്നാനപ്പെട്ടോ, സ്നാനം ശരിയാണോ, ആത്മാവ് അകത്തിരിക്കുന്നത് ശരി ആത്മാവാണോ, ദൈവരാജ്യത്തിനകത്ത് തന്നെയാണോ, നീതിമാനായ ദൈവത്തിന്റെ നീതിയുടെ ആളായിട്ടാണോ ഇരിക്കുന്നത്, വെളിച്ചത്തിന്റെ മക്കൾ, വിശുദ്ധിയുടെ മക്കളാണോ എന്നൊക്കെ എന്നിട്ട് വിലയിരുത്തിയാൽ മതി. അല്ലാതെ ഒരു പാട്ട് പാടി കേട്ടത് കൊണ്ട് ആള് ഒറിജിനൽ എന്ന് പറയാൻ പറ്റുമോ? ഒരു പ്രസംഗം പ്രസംഗിച്ചതുകൊണ്ട് ആള് ഒറിജിനൽ എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗി ഏറ്റുപോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഒറിജിനൽ എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഏത് വൃക്ഷത്തെയും അതിന്റെ ഫലം കൊണ്ട് അറിയണം. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയേണ്ടത് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ വേർപാടുകാരെ എടുത്തു വെച്ചിട്ട് ഫലം കൊണ്ട് മാത്രം തിരിച്ചറിഞ്ഞാൽ മതിയെന്നും അതുവരെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഇരുന്നിരുന്നു എങ്കിൽ ഇത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റ് ഇതിനകത്ത് പാടുമായി. നിങ്ങൾക്കറിയാൻ മേലെ നമ്മുടെ സഭയുടെ ആരംഭകാലത്ത് മുളന്തുരുത്തിക്കാരൻ രാജു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, സാബു രാജുവല്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആള് ശുശ്രൂഷ കൊണ്ട് രംഗത്തേക്കായി. നീണ്ട 12 നെടുമ്പുറത്ത് വെച്ച് സ്നാനപ്പെട്ട എൻ്റെ അച്ഛന്മാരിൽ സാജുവച്ചൻ കെട്ടിട്ട് കൊണ്ടുണ്ട്. അതാ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോയി. അവസാനം സാജുവച്ചനായിട്ടാണ് ഈ കാലങ്ങളിൽ ഇരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. 12 കൊല്ലക്കാലം കേരളത്തിലെ AG ചർച്ച്, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, IPC, ന്യൂ ഇന്ത്യ, ബിലീവേഴ്സ് തുടങ്ങിയ പ്രബലമായ പെന്തക്കോസ്ത് സഭകളും പ്രബലമല്ലാത്ത പെന്തക്കോസ്ത് സഭകളും എല്ലാവരുടെയും എടുത്ത് 13 കൊല്ലക്കാലം ഈ കൃപാവനം
ഇത്രത്തോളം സഭയ്ക്കകത്ത് ഏതെങ്കിലും ഒരു പ്രാദേശികക്കാരനോ ഏതെങ്കിലും ഒരു ലീഡർക്കോ ഏതെങ്കിലും ഒരു വിശ്വാസിക്കോ ഇവൻ കള്ളനാണെന്ന് വിട്ടുകിട്ടി. ഇത് കാത്തിരുന്ന സത്യമാണ്. നമ്മൾ 2 പ്രാവശ്യം പത്രത്തിൽ കൊടുത്തതാണ്. ഇങ്ങനെയൊരു ഡ്യൂപ്ലിക്കേറ്റ് വ്യാജ സുവിശേഷം ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിച്ചോണം. അല്ലാതെ എന്നാ ചെയ്തു? അവസാനം സാജുവച്ചൻ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ വീട്ടിൽ കഴിഞ്ഞു. അവസാനം സാജുവച്ചൻ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പം മുമ്പേ യഥാർത്ഥ സാജുവച്ചൻ പോയിരിക്കുക ഈ പുള്ളി അതിലെല്ലാം ജോലി ചെയ്ത് പോയിരിക്കുക. അപ്പം ഈയിടെ ഇവിടെ ഒരു സാജുവച്ചൻ വന്ന് സൂക്ഷിച്ച് കടന്നു പോയിട്ടുള്ളൂ. പിന്നെ താനാരാന്ന് ചോദിച്ചു. അവസാനം പിന്നെ ഞങ്ങളുടെ അഡ്രസ് കൊടുത്തു. എത്രയോ അമേരിക്കയിൽ നിന്ന് ഗൾഫിൽ നിന്ന് വിളിച്ചു. ഒരു സാജുവച്ചനുണ്ടോ? ആരാണോ ഇതിൻ്റെ ഡയറക്ടർ കുന്നുനാരച്ചൻ എന്നൊക്കെ പറയുന്നവർ വിളിച്ചു ചോദിക്കുക. സാജുവച്ചൻ്റെ വീട്ടിലേക്ക് ഭാര്യയെ വിളിച്ചു ചോദിച്ചു. ആ വീട്ടിൽ അഡ്രസ് കൊടുത്തു. ആ ഭാര്യ തങ്കമ്മയാണോ? നിങ്ങളുടെ അമൃതൻ എവിടെയാ? സാജുവച്ചെന്ന് പറഞ്ഞത് നിറം എങ്ങനെയാ, പൊക്കം എങ്ങനെയാ, ഇങ്ങനെയൊക്കെ വിളിച്ചു ചോദിച്ച് സംശയിച്ചു. ഇങ്ങനെ വന്നിട്ടാണ് സാജുവച്ചൻ ഇങ്ങനെ പിടിക്കാവുന്നത് നോക്കട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം അതിൻ്റെ മുമ്പിലത്തെ വർഷം കണ്ട് തെക്കോട്ടുള്ളതായ സ്ഥലങ്ങളിലെല്ലാം കയറി ചെന്ന് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാജുവച്ചനെ കുറിച്ച് സാബുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അങ്ങനെ പുനലൂർ വെച്ച് തന്ത്രപരമായിട്ട് പിടിച്ചൊതുക്കി. കാശി ചോദിച്ച് ഇതിനിടയ്ക്ക് എത്ര കല്യാണം കഴിക്കാൻ ആലോചിച്ചെന്നറിയാവും, എത്ര എടുത്ത് വന്നെന്നറിയാവും, നിങ്ങളുടെ സഭയിൽപ്പെട്ട സാബുണ്ടോ, എത്ര കല്യാണം കഴിച്ചെന്നറിയാവും ഇതിനിടയ്ക്ക്. അവസാനം ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പുള്ളി എന്ത് കൊടുത്താലും കിട്ടുന്നു. കരിക്കിൻ ന്യൂസ് മാത്രമേ കിട്ടും, കരിക്കിൻ ന്യൂസ്. അപ്പം അവരോർത്തു അച്ഛന്മാരൊക്കെ ആയിട്ട് നല്ല സുഖം നിർത്തി കഴിഞ്ഞതല്ലേ, പാപം ദൈവദാസനല്ലേ എന്ന് വിചാരിച്ച് കരിക്ക് തെങ്ങ കയറാൻ പറ്റും. ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് കള്ളപ്പണം ചോദിച്ചുകൊണ്ട് എനിക്ക് ഇത്ര 1000 രൂപയുണ്ട്, അത് വാങ്ങാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ അച്ഛനെ കണ്ടത് നന്നായി, 3000 രൂപയുടെ ആവശ്യമുള്ളൂ, അത് കുഴപ്പമില്ല എന്നേക്കാം. അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കാനായിട്ട് അവിടെ ഇന്നാളാ ഫണ്ട് വന്നിട്ട് പോയി കഴിഞ്ഞിട്ട് അവർ നോക്കിപ്പോർത്തിരിക്കുക. ദയവ് ചെയ്ത് ആ രാത്രി യോഗം നടത്തിയിട്ട് 3000 രൂപ മതി യോഗം, ഞാൻ അവിടെ കൊണ്ടുപോയി യോഗം നടത്തിയിട്ട് ഇവിടെ വന്ന് രൂപയിൽ നിന്ന് വിട്ടോളാം, ഇതൊരു ഹോളാണെന്ന്. പെട്ടെന്ന് ഹോളിലുള്ള ഏർപ്പാട് ചെയ്ത് ഒരു ഹോളിലേക്ക് കൊണ്ടുപോയി. എന്ന് കയറിയപ്പോൾ സമയമായിട്ട് യോഗത്തിനാരും വരുന്നത്. അങ്ങനെ ഓരോ തനിമാഷന്മാരായിട്ടുള്ള ആളുകൾ അവിടെ വരുന്നു. എന്തിനു പറയുന്നു? ചോദ്യം ചെയ്ത ആളുകൾ. അവസാനം പുള്ളി MD ആണ്, PhD ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരു പാസ്സറിന്റെ കടലാസെടുത്ത് ഗ്രീക്ക് പഠിച്ചതായിരുന്നു. ആ ഗ്രീക്ക് അക്ഷരമാലയുടെ കേൾക്കാം പറഞ്ഞില്ലേ, ഗ്രീക്ക് കൊണ്ട് മലയാളം അറിയില്ല. ഇവൻ ഹൈ കോൺഗ്രസ്സിലായിരുന്നു, ഈ മുളന്തുരുത്തിക്കാരനല്ലേ, ഹൈ കോൺഗ്രസ്. ഞാൻ വീട്ടിലൊക്കെ വീടൊക്കെ അറിയുന്നതാണ്, ഹൈ കോൺഗ്രസ്സിൽ പെട്ട. അപ്പോൾ കോൺഗ്രസ്സിൽ പ്രസംഗിച്ചും പ്രവർത്തിച്ചും നല്ല വാചാലയും നല്ല ഷോയുമാണ്, സംഘാടകനാണ്. അതാ എടുക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് പിടിച്ചത് ഒരു നേരത്തെ നിരത്തി കൊടുക്കും. എന്നിട്ട് അവനെ കൂട്ടി പിടിച്ച് പോലീസിൽ കൊണ്ടുപോയി. അങ്ങനെ പുനലൂര് പോലീസ് സ്റ്റേഷനിലാണ്. എന്നിട്ട് ഞങ്ങളെ വിളിച്ചു പോകും. ഞാനും പാറപ്പഴിച്ചനും ഒറിജിനൽ സാജുവച്ചനെ രക്ഷപ്പെടുത്താനായിട്ട് ഞങ്ങൾ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് സാജുവച്ച് ജയിലിൽ കിടക്കുന്നു. ഒറിജിനൽ സാജുവച്ചനെ കാണണം, കാരണം ഇവരുടെ പോലീസുകാർ. അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ പോയി അവിടെ ചെന്ന് ഒറിജിനൽ സാജുവച്ചനെ പരിചയപ്പെടുത്തി ഡ്യൂപ്ലിക്കേറ്റ് പരിചയപ്പെടുത്തി എന്നിട്ട് പോകും. പിന്നെ ആ കേസ് എന്തായി അറിയത്തില്ല. അവസാനം എന്തൊക്കെയോ നല്ലതൊക്കെ വിളിച്ച് ശിക്ഷിച്ച് പിന്നെ വിട്ടു. അങ്ങനെ പിന്നെ കുറച്ചാൾ ഇതിലൊക്കെ നടന്നു. പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ആളുണ്ട്, എവിടെ സുഖമെന്ന് എനിക്കറിയും. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഈ 13 കൊല്ലം ഈ കേരളത്തിലെ ദൈവസഭയിലെ ദൈവദാസന്മാരെയും വിശേഷിച്ച് മറ്റുള്ളവരെ ഞാൻ വിടുന്നു. പരിശുദ്ധാത്മാവും അഭിഷേകവും കൃപയും കൃപാവരവുമുള്ള ആളുകൾ ഉണ്ടായിട്ട് ഇങ്ങനൊരു കള്ളനാണെന്നോ ഒരുപാട് ആൾക്ക് ഇതുകൊണ്ട് കിട്ടി. ഞാൻ എത്രയോ സ്ഥലത്ത് ഇന്ന് വരെ ആരും മറുപടി പറഞ്ഞു. എനിക്ക് മറുപടി പറയാൻ അറിയാം, പക്ഷേ ഞാൻ പറയുന്ന മറുപടി ഉൾക്കൊള്ളാൻ നിങ്ങൾ ചെന്ന് കഴിയും. അതുകൊണ്ട് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു. ആകയാൽ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് മലങ്കര സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പെട്ടെന്നൊരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ 2 മിനിറ്റ് കൊണ്ട് നിർത്താം. നമ്മൾ വായിച്ച 2 കോരിന്തി 11-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ അല്ല 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 2 കോരിന്തി 11-ന്റെ 20.
എല്ലാ യഥാർത്ഥ ശുശ്രൂഷകന്മാർക്കും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ ശുശ്രൂഷകൾക്കും ഡ്യൂപ്ലിക്കേറ്റ് ശുശ്രൂഷയുണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് ശുശ്രൂഷയുടെ പേര് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പറഞ്ഞിരിക്കുന്ന 2 കൊരിന്ത്യർ 11:20. ഈ കള്ളന്മാരെല്ലാം കൂടെ വന്നാൽ ഇത് ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ശുശ്രൂഷയുടെ പേര് വായിച്ച് അടിമപ്പെടുത്തൽ ശുശ്രൂഷ. അടിമപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടോ അടിമയെ അടിപ്പിച്ചുകൊണ്ട് പോകുന്നതാണോ? ഈ ഡ്യൂപ്ലിക്കേറ്റ് ശുശ്രൂഷക്കാർ വന്നാൽ ഏത് വിശ്വാസിയുമായിട്ട് അടുക്കുന്നുവോ അതിനെ അടിമപ്പെടുത്തി കഴിയും. അതാണ് അടിമപ്പെടുത്തൽ ശുശ്രൂഷ. മനസ്സിലാകുന്നുണ്ടോ? ഇത് കുന്നുമേലച്ചന്റെ ഭാഷയല്ല, നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നതല്ലേ. ഒരുത്തൻ വന്ന് നിങ്ങളെ അടിമപ്പെടുത്തിയാൽ പിന്നെ അടുപ്പ് വായിച്ചു തിന്ന് കളച്ചിൽ ശുശ്രൂഷ. എന്നതാ മക്കളെ തിന്ന് കളയണത്? അവനോട് മുഴുവൻ നിന്നേ പോകുള്ളൂ. കാരണം ദൈവം വയറില്ല, എൻ്റെ താറാവാടിക്ക് ഇത്രയാക്കിട്ടേ പോകുള്ളൂ. ദൈവദാസനായതുകൊണ്ട് താറാവച്ചി ബീഫും അതുപോലെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അനുഗ്രഹമാണല്ലോ ഇത്രയൊക്കെ സൽക്കരിച്ച് വിട്ടാൽ. അതുകൊണ്ട് താറവാടി ചെപ്പെത്തറിയാക്കുന്നത് തിന്ന് കളച്ചെന്നാണ്. അതാ തിന്ന് കളച്ചിൽ ശുശ്രൂഷ. അടുത്തത് പിടിച്ചുകൊണ്ട് പോക്ക്. എങ്ങനെയാ പിടിച്ചുകൊണ്ട് പോക്ക്? അതറിയാം. അത് പറയാനായിട്ട് നേരമില്ല. അതിനൊരുപടി തന്ത്രങ്ങളുണ്ട്. പിടിച്ചുകൊണ്ട് പോകൽ. ഈ സഭകളെ ഒരു സഭയിൽ നിന്ന് അടർത്തി മറ്റൊരു സഭയിലേക്ക് കൊണ്ടുപോകാൻ, ഈ പറഞ്ഞ പുള്ളിക്ക് ഒരു സ്വതന്ത്ര സഭ സ്ഥാപിക്കാൻ. അങ്ങനെ കുറെ ദൈവമക്കളെ ഇവിടെ നിങ്ങൾക്ക് അടർത്തിയെടുത്ത് ഒരു സഭ തലയിൽ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിപ്പോർട്ട് എങ്ങോട്ടെങ്കിലും കൊടുത്താൽ പിന്നെ മാസം കാശ് ഇങ്ങോട്ട് വരുന്ന പരിപാടി. അതാ പിടിച്ചുകൊണ്ട് പോകൽ. പിടിച്ചുകൊണ്ട് പോകൽ. അടുത്തത് ഇങ്ങനെയുള്ള ആളുകൾ സ്റ്റേജിൽ കയറിയാൽ പാടിയാലും പ്രാർത്ഥിച്ചാലും പ്രസംഗിച്ചാലും ശുശ്രൂഷിച്ചാലും അഹങ്കാരത്തിന്റെ മുഖവും അഹങ്കാരത്തിന്റെ വാക്കുകളും അല്ലാതെ അവരുടെ വായിൽ നിന്ന് കേൾക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നു. അഹങ്കാരത്തിന്റെ പ്രാർത്ഥന, അഹങ്കാരത്തിന്റെ പ്രസംഗം, അഹങ്കാരത്തിന്റെ ശുശ്രൂഷ ആരിൽ നിന്ന് പുറപ്പെടുന്നു? ആൾ ഡ്യൂപ്ലിക്കേറ്റ്. അത് അഹങ്കരിക്കുന്ന ശുശ്രൂഷ. അടുത്തത് മുഖത്തടി. അതെങ്ങനെയാ മുഖത്തടിക്കുന്നത്? എന്നാ മുഖത്തടിയാ? കത്തി കൂടാതെ മുഖം പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് കണക്ക് കൈ കൂടാതെയോ ചൂല് കൂടാതെയോ ചെരുപ്പ് കൂടാതെയോ വടി കൂടാതെയോ രാത്രി കൂടാതെ അടിക്കുന്ന അടിയാ. വചനത്താൽ അടിക്കും, വെളിപ്പാടിനാൽ അടിക്കും, ദൂതനാൽ അടിക്കും, പ്രാർത്ഥനയാൽ അടിക്കും. ഇതാ മുഖത്തടി ശുശ്രൂഷ. ഒരുപാട് നിങ്ങളുടെ മുഖത്ത് അടിച്ചാലും എത്ര ശുശ്രൂഷയാണെന്ന് അറിയാവോ? എണ്ണി നോക്കിക്കേ, എത്ര സ്ഥാനികളാ? 34 പ്രവാചകന്മാർ, 5 ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ ശുശ്രൂഷ നോക്കിക്കേ, മെയിൻ ശുശ്രൂഷകളാ 5. എത്ര ക്ലിയറായിട്ട് ഒപ്പിച്ച് വെച്ചേക്കണം നോക്കി. പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ 5 തരം ശുശ്രൂഷകളുണ്ട്, 5 തരം സ്ഥാനികളുണ്ട്. ഈ മുഖത്തടിച്ചാലും ഇങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങളൊക്കെ സഹിക്കുകയും വഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാമായിരുന്നു. ശരിയല്ലേ? ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം പോകുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വിശ്വാസം പോയാലും വേണ്ടില്ല, ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസത്തിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് വിശ്വാസം ഇല്ലാതിരിക്കും. യഥാർത്ഥ വിശ്വാസത്തിലായിരിക്കണം നല്ലത്. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസത്തിലായിരിക്കുന്നതിനേക്കാൾ വിശ്വാസമില്ലാതിരിക്കേണ്ടതാണ്. 5 തരം ശുശ്രൂഷ മനസ്സിലായില്ലേ? ഇല്ലേ? അതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 2 യേശു, 2 സുവിശേഷം, 2 ആത്മാവ്. 2 തരം ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ശുശ്രൂഷകർ. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ശുശ്രൂഷയുടെ പേരുകൾ, ശുശ്രൂഷയുടെ പേരുകൾ അതവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് 20ാമത്തെ വാക്യമല്ലേ? അതുകൊണ്ട് 31ാമത്തെ വാക്യം കൂടെ വായിച്ചു സമയം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഞാൻ ഫോഷ്കല്ല പറയുന്നതെന്ന് അറിയുന്നു. ഒരു പറയുക പൊന്നുമക്കളെ, ഞാൻ ഈ പറഞ്ഞതല്ല ഫോഷ്കല്ല. അതെന്ത് പിന്നെ എന്നതാ? ഫോഷ്കൽ അല്ല, പിന്നെ അല്ല. ഒന്നോടെ വായിച്ച് 31ാമത്തെ വാക്യം ഒന്നോടെ വായിച്ച്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഞാൻ ഫോഷ്കല്ല പറയുന്നതെന്ന് അറിയുന്നു. ഞാൻ ഫോഷ്കല്ല പറയുന്നതെന്ന് എനിക്ക് അറിയാം, ആത്മാവിൽ അറിയാം. പിന്നെ അപ്പൊ ഇത് ഫോഷ്കാണോ ഈ പറഞ്ഞത്? അല്ല, ഇത് കറതീർന്ന സത്യം, കറതീർന്ന സത്യമാണ്. അത് പറഞ്ഞാണ് അദ്ദേഹം ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. പിന്നെ കഷ്ടതയുടെ പട്ടികയിൽ ഇടയ്ക്കുണ്ട്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്നെ പോലെ കഷ്ടത സഹിക്കുന്ന അപ്പോസ്തലൻ മാത്രമേ ശരിയായ അപ്പോസ്തലനായിരിക്കാൻ പറ്റത്തുള്ളൂ. തിന്നുപിടിച്ച് പൊളിച്ച് സുഖിച്ച് പൊളിച്ച് നടക്കുന്നവനാണ് കള്ള അപ്പോസ്തലനാണ് പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലന്റെ കഷ്ടതയുടെ ലിസ്റ്റ് വായിച്ചു നോക്കും. വായിക്കാൻ നേരമില്ല. ഇല്ലേ?
സുവിശേഷ വേല ചെയ്യുന്നതിന്റെ അർത്ഥം ഈ കല്യാണം നിശ്ചയം ചെയ്തതിനെ കല്യാണ മണ്ഡപത്തിൽ കയറ്റണമെന്ന് ഓർത്താം. അല്ലാത്തവർ ഇതുമായി പോലെ ബന്ധമുണ്ടോ? അവന് കല്യാണം നടന്നായി എന്നെ നടന്നില്ലെങ്കിൽ എന്നെ അവന് വല്ല ദണ്ണമുണ്ടോ? ഒരു ദണ്ണവുമില്ല. ശരിയല്ലേ? ബ്രോക്കർ ഫീസ് കല്യാണം എന്ന് പറയുന്നത് ബ്രോക്കർ ഫീസ് ഒത്തു കല്യാണം കൊടുത്തു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ കല്യാണം അവൻ കൊടുപ്പിക്കാനേ പോകും. കാരണം വേറെ കല്യാണം ഒപ്പിച്ചാൽ ആദ്യം കിട്ടുമെന്ന് ഓർത്തു. അതുകൊണ്ട് ലോകത്തിലെ ബുദ്ധിപരമായിട്ട് കല്യാണം നടന്നു കഴിഞ്ഞിട്ട് കാശ് കൊടുക്കാവുള്ളൂ. അതൊക്കെ മനസ്സിലായില്ലേ? അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇങ്ങനെ കഷ്ടത സഹിച്ചിട്ട് ഞാൻ എന്തിനാ മക്കളെ നിങ്ങൾക്കായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. സുവിശേഷത്താൽ വീട്ടിൽ ജനിച്ചിരിക്കുന്ന ദൈവസഭ അംഗങ്ങളായിരിക്കുന്ന നിങ്ങളെ കല്യാണം നിശ്ചയം ചെയ്തിരിക്കുന്നത് കൊണ്ട് കല്യാണം നടത്തി കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിലേക്ക് ഞാനല്ല ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളാ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. നിങ്ങളാ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? ഇത് ദോഷമല്ല, ഇത് സത്യമാണ്. അതുകൊണ്ട് സത്യമാക്കിയാൽ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതെ, സമയം തീർന്നുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിന്റെ ബാക്കി കൂടെ അടുത്ത ദിവസം പറയാം. എന്നിട്ട് ഞാൻ വെച്ച് തുടങ്ങാം. പോരെ? ഇതിനേക്കാൾ കുറച്ചുകൂടെ ഗൗരവമായ വിഷയങ്ങൾ ഇതിന്റെ ബാക്കിയുണ്ട്. അപ്പോ അതിങ്ങനെ കഴിയുമ്പോൾ ഏകദേശം ഒരു ചെറിയ വിവേചനത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അത് ഞാൻ പകർത്താറുള്ളതാണോ? അല്ല, ദൈവം പകർത്തുന്നു. അത് സാധിക്കും. ഒരാളെ കാണുമ്പോൾ, ഒരാൾ സംസാരിക്കുമ്പോൾ, ഒരാൾ ഇടപെടുമ്പോൾ, ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോഴേ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് സാധിക്കും. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റും നമ്മൾ വിഷയം തുടങ്ങിയുള്ളൂ. കർത്താവിന്റെ കാലം മുതലുള്ളതല്ലേ? അന്ത്യകാലം അടുക്കുന്നതോറും ഇത് വർദ്ധിച്ച് വരത്തില്ലേ? ഇത് വർദ്ധിച്ച് വരും. ഇനി ഈ പ്രഭാഷണത്തിന്റെ അവസാനവും 2 തെസ്സലോനിക്ക ലേഖന 2-ാം അധ്യായം കൂടി ഒന്ന് ചിന്തിച്ചാൽ തൽക്കാലം ഈ വിഷയം ഒന്നങ്ങ് അവസാനിപ്പിക്കാൻ നമ്മുടെ ബുദ്ധിക്ക് ജ്ഞാനത്തിനുമായിട്ട് ഒരുപിടി വിഷയങ്ങളുണ്ട്. ഇത് തിരിക്കാനായിട്ട് കഴിയുന്ന ആ കാര്യങ്ങൾ. വൃക്ഷം അറിയേണ്ടത് ഫലം കൊണ്ട്. എൻ്റെ അടുക്കൽ ആര് വന്നാലും ഞാനതെല്ലാം ചോദിച്ചിട്ട്, അല്ലാത്തവൻ ഞാൻ എത്രയോ സമയം ഇറക്കി വിട്ടിട്ടുണ്ട്. ഞാനും അവരിങ്ങനെ ഒരുമിച്ച് സഭയിലായിപ്പോയി. അങ്ങനെ ഞാൻ അവരെ ഇറക്കി വിട്ടിട്ടുണ്ട്. എത്രയോ സഭകൾ പേടിച്ചു പോയിട്ടുണ്ട്. പേടിയ നീ ഒരു ദേവദാസനായി ഇറക്കി വിട്ടാൽ ഇയാളെ ശമിച്ചേച്ച് പോയി കഴിഞ്ഞാൽ ഇന്ന് വീടെത്തുമോ, വണ്ടി മറിയോ, ഇടി വെട്ടുമോ, പാമ്പ് കടിക്കോ, ഇതൊക്കെയുള്ള പേടികൾ ഇന്നവരെ സംഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ് പേടിക്കണ്ട, ഒരു മണ്ണാങ്കട്ടയെ സംഭവിക്കില്ല അല്ലേ? സംഭവിക്കുന്നില്ല. അപ്പോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അറിയാൻ പറ്റും. ഈ ലോകത്തിൽ ഇന്റർവ്യൂ നടത്തി കഴിയുമ്പോൾ ഞാൻ പറയാം, ഞാൻ എം എക്കാരനാണ്, സർട്ടിഫിക്കറ്റ് എടുത്തു, എനിക്ക് SSLC ഉള്ളൂ. ഞാൻ എം എക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമുള്ളവനായി ചോദിക്കും, ആ സർട്ടിഫിക്കറ്റ് ഇങ്ങെടുത്ത്. ഇങ്ങനെയുള്ള ദൈവദാസന്മാരുടെ ആത്മീക കാര്യം മാത്രമല്ല, അവരുടെ ഭൗതികമായ, കുടുംബപരമായ, വിദ്യാഭ്യാസപരമായ സകല കാര്യങ്ങളും ചോദിക്കണം. അറിയാമായിരുന്നു വന്നാൽ എവിടെയാ വീട്, എന്താ സഭ, ഏതാ ശുശ്രൂഷ എന്നതാണ്, വരം എന്നതാണ്, എന്തോരം പഠിച്ചതാണ്, ആരാ സ്നാനപ്പെടുത്തിയത്, എപ്പോഴാണ് അഭിഷേകം കിട്ടിയത്, ആരുടെ ശുശ്രൂഷയില്ല, ഭാര്യ എവിടെയാണ്, മക്കൾ എവിടെയാണ്, സ്ഥലം സഭ എവിടെയാണ്, നിങ്ങളുടെ മെമ്പർഷിപ്പ് എവിടെയാണ്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഇതിൽ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ BA BE ഇട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സർട്ടിഫിക്കറ്റ് എന്ന് പറയണം. ഞാൻ 4 വിഷയത്തിൽ PhD പഠിച്ചിട്ട് അവിടെ എവിടെയുണ്ട് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറയണം. ഇതിന് പേടിക്കേണ്ട കാര്യമല്ല ഇരിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതെല്ലാം കേട്ട് വിഴുങ്ങി കഴിഞ്ഞാൽ അവസാനം നമ്മളും വെള്ളത്തിലായി, നമ്മുടെ മുതൽ തീർന്ന് നമ്മൾ പിടിക്കപ്പെട്ടു പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഈ ഡെവിൽ സ്പിരിറ്റ് ഉള്ളവരെ ശരീരത്തെ കൊണ്ടിരിക്കുന്നു പോയിട്ടാൽ മതി. ഇവിടെ കവിയുണ്ടെന്ന് പറയുമ്പോഴേ നമ്മൾ മുട്ടുമുണ്ട്. കണ്ടു കഴിക്കാൻ വെച്ചാൽ അനുഭവിച്ചേക്കാൻ ശരീരത്തെ തൊട്ടുപോയ കാരണം വ്യാജത്തിന്റെ വ്യാപാര ശക്തി, ഇതൊക്കെ വളരെ വ്യക്തമായ കൃത്യമായ സംഗതികളാണ്. അതുകൊണ്ട് ജീവിതത്തെ വ്യക്തിയെ ശരിയായിട്ട് അറിയാതെ ജീവിതമുള്ള ഒരു വ്യക്തിയാണ്, വിശുദ്ധിയുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തെ തൊടിക്കാം. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അല്ലെങ്കിൽ ഒക്കെ മാറി നിന്ന് പ്രാർത്ഥിച്ച് ഇറക്കി വിട്ടേച്ചാൽ ആളെ അറിയാതെ ഇതുപോലെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കിടക്കുന്നത്. എത്രയെത്ര മലങ്കര ചർച്ചയിൽ തന്നെ 100 അനുഭവങ്ങൾ പറയാൻ കഴിയും. പക്ഷെ വളരെ സൂക്ഷിച്ചേ പറയാറുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ജോലിപ്പാളോട് ചോദിച്ചാൽ ഞങ്ങളിപ്പോൾ കുറേ കാലം ഒരുമിച്ച് നടക്കുന്നത് ഒരു ദൃക്സാക്ഷ്യം. ഇതൊക്കെ വളരെ ശരിയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടം വളരെ മോശം. അതുകൊണ്ട് നമ്മൾ ആരുടെ മുഖത്തേക്ക് നോക്കണം?
ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കണം. അപ്പോൾ ക്രിസ്തുവിനെ മാത്രം നോക്കിയാൽ മതിയോ? യഥാർത്ഥ അപ്പോസ്തലന്മാരുണ്ട്, യഥാർത്ഥ ശുശ്രൂഷകരുണ്ട്, യഥാർത്ഥ ശുശ്രൂഷയുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തെ കൈപിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സംശയം ഉണ്ടെങ്കിൽ ആരുമായിട്ടും ബന്ധപ്പെടാൻ നോക്കണം. സംശയിച്ച് ബന്ധപ്പെടുന്നതിനാൽ ബന്ധപ്പെടാതിരിക്കുന്നത് നല്ലത്. ഉത്തമ ബോധ്യമുള്ള നിങ്ങൾക്ക് കേൾക്കണം. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആരെക്കൊണ്ടെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ എൻ്റെ സഭയിലെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാറ്. അല്ലെങ്കിൽ എനിക്കറിയാം മറ്റു സഭയിലെ ആളുകളാണെങ്കിൽ എനിക്ക് അറിയാവുന്നവരെ വിളിക്കാറ്. അറിയാവുന്ന ആരെയും ഞാൻ എൻ്റെ ദേഹത്ത് വിളിക്കാറ്. ഈ സഭയിലെ ഒരു വിശ്വാസിയെ കൊണ്ട് ഞാൻ മുട്ടുകുത്തി നിർത്തിച്ചിട്ട് അവൻ്റെ കയ്യിൻ്റെ തലയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. എനിക്കത് മതി. കാരണം എനിക്ക് ആ വ്യക്തിയെ അറിയാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ ആവശ്യം നടത്താൻ സ്വർഗത്തിലെ ശക്തി അവനോട് എന്നിലേക്ക് വ്യാപിക്കാം. ഒരു വിശ്വാസിയെ കൊണ്ട് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ മനസ്സ് വെച്ച് ദൈവസന്നിധിയിൽ താഴുമ്പോൾ അവന് ആ വ്യക്തിയിൽ കൂടെ ദൈവശക്തി വ്യാപരിച്ച് എനിക്ക് ലഭിക്കേണ്ട വിടുതലുകളോ കൃപകളോ ശക്തികളോ ദൈവത്തിൻ്റെ മേൽ പകർന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിൽ ഇരിക്കുകയും എൻ്റെ തല കൈവച്ച് പ്രാർത്ഥിക്കുകയും മലങ്കര സഭയിൽ ഡയറക്ടറായിരിക്കും. ഇവിടെ ആരാവുന്നു വേറെ സഭയിൽ ഒരു വലിയ ഡയറക്ടറെ കാണുമായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലെ ചിന്താഗതികൾ വേണ്ട. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? എനിക്ക് വലിയ വലിയ ആളുകളെ അറിയാൻ വേണം. വേറെ അന്തസ്ഥലത്തിൻ്റെ കാര്യമല്ലോ, ഈ ജീവിതം അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ സഭയിൽ ഒരു ചെറിയ വിശ്വാസി എനിക്ക് ജീവിതം അറിയാം. നീ മതിമാനം ദൈവത്തിൻ്റെ പൈതലാണല്ലോ, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. ഞാൻ ആ പറഞ്ഞുകൊണ്ട് എഴുന്നേക്കും. ഞാൻ പറഞ്ഞത് അറിയാൻ മേലാത്ത വലിയൊരാളാണെന്ന് കേട്ടിട്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യിക്കുന്നതിനേക്കാൾ ഭേദം അറിയുന്ന ഒരു പാവപ്പെട്ട ദൈവദാസിയോ ദൈവദാസനമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ജീവിതം വളരെ തകരാറ്. ഇത് അന്ത്യകാലമാണ്. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഇതിവിടെയൊക്കെ നിൽക്കട്ടെ. ഇത് പെട്ടെന്ന് ആളി പടർന്നുകൂടി. അതുകൊണ്ട് ഇപ്പം നോക്കിക്ക് എന്തെല്ലാം കേസുകെട്ടുകൾ. അപ്പോൾ ഇവിടെയും പറയുന്നു വരാൻ സാധ്യതയുണ്ട്. എന്നെയും പരിശോധിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെയും പരിശോധിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാവരും പ്രതീക്ഷിക്കണം. സത്യം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ധൈര്യമായി നമുക്ക് നിൽക്കാതെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ദൈവമക്കളായി നമ്മൾ ജീവിച്ച് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാം. അതുകൊണ്ട് നമ്മുടെ ആത്മരക്ഷയ്ക്കായി നമ്മളോട് ദൈവത്തെ സ്തുതിക്കാം. നാം ദൈവമക്കളായതുകൊണ്ട് യേശു ക്രിസ്തുവുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തപ്പെട്ടിരിക്കുന്നവരാണ്. കോരിന്ത്യ സഭയുടെ ആത്മീയമായ അനുഭവങ്ങൾ ഉള്ളവർക്കെല്ലാം വിവാഹ നിശ്ചയത്തിലേക്ക് കടന്നു വരാൻ യോഗ്യതയുണ്ട്. പക്ഷേ വിവാഹം നടക്കണമെങ്കിൽ ക്രിസ്തു എന്ന ഏകപുരുഷനോട് കൂടെ നിർമ്മലതയും ഏകാഗ്രതയും ഉള്ള ആളായി, ക്രിസ്തു വിശുദ്ധനായിരിക്കുന്നവർ വിശുദ്ധനായി, ക്രിസ്തു നിർമ്മലനായിരിക്കുന്നവർ നിർമ്മലനായി, ക്രിസ്തു തേജസ്സുള്ളവനെ പോലെ തേജസ്സുള്ളവനായി നമ്മൾ രൂപാന്തരപ്പെടുന്നവരുമായിട്ട് മാത്രമേ കല്യാണം നടക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കല്യാണം നടക്കാൻ ഇടയാകട്ടെ. നമ്മുടെ മണവാട്ടികൾ അനുകരിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മണവാട്ടി കാന്തയായി മാറട്ടെ, കാന്തയാജ്ഞിയായി മാറട്ടെ. അങ്ങനെ നിത്യതയിൽ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ തലകളെ വണക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ദൈവമക്കൾക്ക് അവരുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും വിവിധങ്ങളായ വിഷയങ്ങളിൽ ഉണ്ടാകേണ്ടതായ ദൈവിക സുബോധത്തെക്കുറിച്ചാണ് ചിന്തിച്ച് അവസാനിപ്പിച്ചത്. തുടർച്ചയായി എടുത്തുകൊണ്ടിരുന്ന ന്യായവിധി എന്ന വിഷയത്തെ തൽക്കാലം നിർത്തിയിട്ടാണ് ആ ഒറ്റയായ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് ആനുകാലികമായ സംഭവ വികാസങ്ങളോടുള്ള ബന്ധത്തിൽ
ചില കാര്യങ്ങൾ ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഒത്തൊരുമിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ന്യായവിധിയെ സംബന്ധിച്ചുള്ള ക്ലാസ് പിന്നെയും അടുത്ത ഒരു ദിവസം തുടരാമെന്ന് ആഗ്രഹിക്കുന്നു. ആനുകാലിക സംഭവങ്ങൾ എന്ന് പറഞ്ഞത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഏത് പത്രം നോക്കിയാലും, സായാഹ്ന പതിപ്പുകൾ നോക്കിയാലും, മറ്റുള്ള അതുപോലുള്ള മാസികകൾ നോക്കിയാലും, മറ്റുള്ള വാർത്താ മാധ്യമങ്ങൾ രാത്രിയിലായാലും പകലിലായാലും TV ഒക്കെ ഓൺ ചെയ്താലും ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധയെ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞത്. ആനുകാലിക സംഭവം റോഡിൽ കൂടെ നടക്കുമ്പോൾ കുപ്പായങ്ങളുടെ അച്ഛന്മാരെ കാണുമ്പോൾ ജനത്തിന്റെ ഒരു പ്രത്യേക നോട്ടം, അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെളിവാക്കും. കാഷായ വസ്ത്രധാരികൾ കടന്നു പോകുമ്പോൾ ആളുകൾ മറ്റൊരു പ്രത്യേക വിധത്തിൽ അവരെ ശ്രദ്ധിക്കുന്നു. വേർപാട് സഭയിലെ പാസ്റ്റർമാരെന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വലിയ ക്രൂസേഡുകളൊക്കെ നടത്തുന്ന സുവിശേഷ പ്രവർത്തകർ കടന്നു പോകുമ്പോൾ എല്ലാം ജനം ഒരു പ്രത്യേക തരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അന്തരീക്ഷങ്ങളെല്ലാം അങ്ങോട്ട് മാറി. ഞാനിപ്പോഴും ആ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ വാർത്തയുടെ ഇത് കണ്ടു. ഇപ്പം എവിടെയോ ഒരു ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തി എല്ലാ പോലീസ് മുഖ്യമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇങ്ങനെ എന്നുള്ള ചിന്ത എല്ലാവർക്കും തോന്നി തുടങ്ങി. അതുകൊണ്ടുള്ള കുഴപ്പം എന്താ, യഥാർത്ഥ സന്യാസികൾ ഇല്ലെന്ന് ധരിക്കുകയും യഥാർത്ഥ സുവിശേഷ പ്രവർത്തകർ ഇല്ലെന്ന് ധരിക്കുകയും യഥാർത്ഥ അച്ഛന്മാർ ഇല്ലെന്ന് ധരിക്കുകയും എല്ലാം കണക്കാണ്. ആരെ കാണും, ആരോട് പറയും, ആരെ വിശ്വസിക്കും, ആരുടെ അടുക്കൽ പോകും എന്നിങ്ങനെയുള്ള ഒരു ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നാണ് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അപ്രകാരമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ബൈബിൾ എന്ത് പറയും? ബൈബിളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ദൈവമക്കളോടുള്ളതായിരിക്കുന്ന ബന്ധത്തിലാണ് വരുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടുള്ള ബന്ധത്തിലാണ് വരുന്നത്. നമുക്ക് ഇപ്രകാരം ചിന്തിച്ചു തുടങ്ങാം. നമ്മുടെ കർത്താവിന്റെ കാലം മുതൽ തന്നെ, അതിനപ്പുറത്തുമുണ്ട് ഇപ്പുറത്തുമുണ്ട്, കർത്താവ് തന്റെ പരസ്യ പ്രവർത്തന നാളുകൾ ആരംഭിച്ച അന്ന് മുതൽ ഇപ്രകാരമുള്ള വിഷയങ്ങളെ കർത്താവ് കൈകാര്യം ചെയ്തു പോരുന്നു. കർത്താവ് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം പരിശുദ്ധാത്മാവ് വന്ന ദൈവസഭയെ സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്നതായ ആ കാലഘട്ടത്തിലും ഇപ്രകാരം